ഏറ്റവും ശ്രേഷ്ഠമായ ആശയവിനിമയം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിരിക്കണം. ലോകത്ത് ഭംഗി ഏറ്റവും ശ്രേഷ്ഠമായി മനുഷ്യർക്കുണ്ടാകെ ലോകത്ത് ഏറ്റവും ഭംഗിയുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം. എന്തിനേറെ ചില ജീവികളുടെ വിസർജ്യങ്ങൾ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. തേനീച്ചയുടെ വിസർജ്യം വളരെ ശ്രേഷ്ഠമായൊരു മരുന്നാണ്. എന്നിരിക്കെ വിസർജ്യങ്ങളാലും ഏറ്റവും ശ്രേഷ്ഠമായവർ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു. ധാരാളം ഹദീസുകൾ നമുക്ക് ഈ കാര്യത്തെ തെര്യപ്പെടുത്തുന്നത് കാണാം. ഇബ്നു അബി ആസിം റളിയല്ലാഹു അൻഹു തന്റെ അൽ-ഹാനി എന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 414-ാം പേജിലും മുസ്നദുൽ ബസാർ 6-ാം വാള്യം 169-ാം പേജിലും അൽ ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 3-ാം വാള്യം 638-ാം പേജിലും അൽ ബൈഹഖി തന്റെ സുനനുൽ കുബ്രയിൽ 7-ാം വാള്യം 67-ാം പേജിലും ഇങ്ങനെ നിരവധിയായ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന ഒരു ഹദീസാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ സംഭവം. തങ്ങൾ തന്റെ ഹിജാമ ചെയ്ത രക്തം പുറത്തു കളയാൻ വേണ്ടി സ്വഹാബി ശ്രേഷ്ഠനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. അദ്ദേഹം അത് പുറത്തു കൊണ്ടുപോയി അദ്ദേഹം അത് പാനം ചെയ്യുന്നു. തങ്ങൾ ദേഷ്യം പിടിച്ചത് വിരോധിക്കുകയല്ല ചെയ്തത്, സ്നേഹശാസനത്തിലൂടെ നിനക്ക് നരകമുക്തിയുണ്ടെന്ന് ലോകത്തിനൊന്നാകെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇനി മനുഷ്യരിൽ എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായാണ് അല്ലാഹു തആല ശറഫിനെ വെച്ചിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികളാണ് അമ്പിയാക്കൾ. സൂറത്തുൽ ബഖറയുടെ 253-ാമത്തെ ആയത്ത് തിൽക റസൂലു ഫളൽനാ ബഅദഹും അലാ ബഅദ്, പ്രവാചകന്മാരിൽ തന്നെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പല വിഭാഗങ്ങളുണ്ട് എന്ന് നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. തഫ്സീറുർ റാസി ഇതിനെ വിശദീകരിച്ച് നിരവധിയായ മസ്അലകൾ ഈ ഒരു ആയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മസ്അല ഈ ആയത്ത് അറിയിക്കുന്നത് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ അമ്പിയാക്കളിലും ശ്രേഷ്ഠരാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് എന്നാണ്. അതിന് നിരവധിയായ വജ്ഹുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് സൂറത്തുൽ അംബിയ 107-ാമത്തെ ആയത്തിൽ പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വ ലോകർക്കുമുള്ള കാരുണ്യമായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചത് എന്ന്. സർവ്വചരാചരങ്ങൾക്കുമുള്ള അനുഗ്രഹം തീർച്ചയായും സർവ്വചരാചരങ്ങളിലും ശ്രേഷ്ഠതയുള്ളവരായിരിക്കണം. ഇത് തങ്ങളുടെ ശറഫിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂറത്തു ശറഹിന്റെ 4-ാമത്തെ ആയത്ത് വറഫഅനാ ലക ദിക്റക, തങ്ങളുടെ വാഴ്ത്തുകളെയും പുകളുകളെയും അല്ലാഹു ധാരാളം അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നൊരു അല്ലാഹു അധ്യാപനം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് പണ്ഡിതന്മാർ മുഴുവനും ഏകോപിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ തഹ്തിൽ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമത്തു തൗഹീദിൽ അല്ലാഹുവിന്റെ നാമത്തോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെയും ചേർത്തി വെച്ചതിനെ കുറിക്കുന്നുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ ഇത്തിഫാഖാകുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു വജ്ഹായി റാസി ഇമാം പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഫിന്റെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിനോട് ചേർത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിലൂടെ നിരന്തരമായി പറയുന്നുണ്ട്. വഴിപ്പെടുന്ന വിഷയത്തിൽ സൂറത്തുൻ നിസാ 80-ാമത്തെ ആയത്ത് മയ്യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് വഴിപ്പെട്ടത് അവർ അല്ലാഹുവിനോട് വഴിപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. തങ്ങളോട് ഉടമ്പടി ചെയ്തവർ അവർ അല്ലാഹുവിനോട് ഉടമ്പടി ചെയ്തവരാണെന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ഫത്ഹിന്റെ 10-ാമത്തെ ആയത്ത് ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉന അല്ലാഹ യദുല്ലാഹി ഫൗക അയ്ദിഹിം. സൂറത്തുൽ മുനാഫിഖൂൻ 8-ാമത്തെ ആയത്തിൽ തങ്ങളുടെ ഇസ്സത്തിനെ അല്ലാഹുവിന്റെ ഇസ്സത്തിനോട് ചേർത്തി പറയുന്നുണ്ട് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി. അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ 62-ാമത്തെ ആയത്തിൽ മുത്തുനബി തങ്ങളോടുള്ള തൃപ്തിയെ അല്ലാഹുവിന്റെ തൃപ്തിയോട് ചേർത്തി പറയുന്നത് കാണാം വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളഹു. അതുപോലെ മുത്തുനബി തങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനെ അല്ലാഹുവിനോട് ഉത്തരം നൽകുന്നതിനോട് ചേർത്തി പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ. ഇത്തരത്തിൽ അല്ലാഹുവിനോട് ചേർത്തി ശ്രേഷ്ഠതയുടെ നിഖിലമായ വിഷയങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദമ്യമായ ഒരു സ്ഥാനം, വളരെ മേലേ നിലയ്ക്കുള്ള ഒരു ഉയർച്ച അല്ലാഹു തആല നൽകിയതായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ തെര്യപ്പെടുന്നുണ്ട്. മാത്രമല്ല പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫിനെ വിവരിക്കുന്നിടത്തെല്ലാം തങ്ങൾ ലോകത്തിനു മുഴുവനും മാസിവുൽ ബാരി എന്ന് പറയുന്ന ആലമിലെ സർവ്വതിനും അതിനോട് മുഴുവനും അഷ്റഫാണെന്നും സർവ്വതിനും റഹ്മത്താണെന്നും വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ മുഴുവനും പറയുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നത്
അഹാദിസുൻ നബവിയയിലൂടെയും ആസാറു സാലിഹീനയിലൂടെയും ഇസ്ലാമിന്റെ മഹത്തായ പഠനം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വചരാചരങ്ങളിലും ശ്രേഷ്ഠവാനാണെന്നും തങ്ങളാൽ ബന്ധപ്പെടുന്ന സർവ്വതിനാലും ശ്രേഷ്ഠമാണെന്നും അത് നാം വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യൽ അനിവാര്യമാണെന്നും വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം നമ്മുടെ മുന്നിൽ തെര്യപ്പെടുത്തുന്നുണ്ട്.